നമസ്കാരം. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ രാജ്യത്ത് തുടങ്ങിയ ഏറ്റവും വലിയ തട്ടിപ്പാണ് E20 പെട്രോൾ. സർക്കാർ തന്നെ നേരിട്ട് ആ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്നു. ശുദ്ധമായ പെട്രോളിന്റെ സ്ഥാനത്ത് മായം കലർന്ന പെട്രോൾ വിറ്റ് കൊള്ള ലാഭം കൊയ്യും. വാഹന നിർമ്മാതാക്കൾക്ക് അവർക്ക് ലാഭം, വാഹന ഉടമകൾക്ക് നഷ്ടം. ഉത്തരവാദിത്തമുള്ള കുറെ ആൾക്കാരുണ്ട്, അവരെയൊക്കെ നിരത്തിയിരുത്തിയിട്ട് മായം കലർന്ന പെട്രോളിന് ഒരു കുഴപ്പമില്ല എന്നങ്ങനെ സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സത്യം അതല്ല. സത്യത്തിൽ ഈ സർക്കാർ ചെയ്യേണ്ടത് ഈ തട്ടിപ്പ് നിർത്തിയിട്ട് ജനങ്ങളെ പറ്റിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്നത് നിർത്തിയിട്ട് ജനങ്ങൾക്ക് ശുദ്ധമായ പെട്രോൾ നൽകാൻ അധികാരികൾ തയ്യാറാകണം. അതിനുവേണ്ടിയുള്ള നടപടി എടുക്കണം എന്നാണ്. ഈ കേന്ദ്ര സർക്കാരിന്റെ E20 പെട്രോൾ നയം ജനദ്രോഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ? നിങ്ങളൊന്ന് ചിന്തിക്കുക. രാഷ്ട്രീയമൊക്കെ മറന്ന് മാറ്റി ഇങ്ങോട്ട് വെക്കുക, എന്നിട്ട് ചിന്തിക്കുക. ശുദ്ധമായ പെട്രോളിന് പകരം എഥനോൾ കലർത്തിയിട്ടുള്ള മായം ചേർന്ന ഇന്ധനം അത് നിർബന്ധമായി ജനങ്ങളുടെ അണ്ണാക്കിലേക്ക് അങ്ങോട്ട് ഇറക്കി വെക്കുകയാണ്. അതിക്രൂരമായ തട്ടിപ്പാണത്. വാഹന നിർമ്മാതാക്കൾക്ക്, ഇന്ത്യയിൽ എത്രത്തോളം വാഹന നിർമ്മാതാക്കളുണ്ട് നമുക്കറിയാലോ. എല്ലാ പെട്രോൾ വാഹനങ്ങൾ ഉണ്ടാക്കുന്നവർക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരു 15,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു സ്കൂട്ടർ കേടുവന്നത്. ദ്രവിച്ചുപോയി. എഥനോൾ ആണല്ലോ അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് വാഹന നിർമ്മാതാക്കൾക്ക് ലാഭം. കാരണം പെട്ടെന്ന് സാധനം വിറ്റുപോകുമല്ലോ. 10-15 വർഷത്തേക്ക് ഓടിക്കാം എന്നൊക്കെ പറയുന്നെങ്കിലും അതിനു മുമ്പേ വാഹനത്തിന്റെ കാര്യം തീരുമാനമാവും. പിന്നെ സ്പെയർ പാർട്സ് അവർക്കും കോള്. കാരണം ജനങ്ങളുടെ പണമാണല്ലോ പോകുന്നത്. കോടികളുടെ ലാഭം ഈ ഗവൺമെന്റിനും ഈ തട്ടിപ്പുകാർക്കും ഒക്കെ ഉറപ്പാക്കുമ്പോൾ സാധാരണക്കാരായ വാഹന ഉടമകൾക്ക് മൈലേജ് കുറവ്, എഞ്ചിന്റെ കേടുപാട്, ഇങ്ങനെ സർവനഷ്ടം. അതാണ് ഫലം. സത്യത്തിൽ ഈ ജനങ്ങളെ പറ്റിച്ച് കൊള്ളയടിക്കുന്ന ഒരു സംവിധാനം ഇത് നിർത്തണം എന്നാണ് ജനങ്ങൾ പറയുന്നത് കേട്ട് ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്ന ഒരു സർക്കാർ വരുന്നത് എന്നറിയാൻ വയ്യ. വല്ലാത്തൊരു അവസ്ഥയാണത്. ഈ സർക്കാർ ഉത്തരവാദിത്വമുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ഉത്തരവാദിത്വപ്പെട്ടവരെ നേരത്തെ അങ്ങോട്ട് വെച്ചിട്ട് ഇറക്കുന്ന കഥകളുണ്ടല്ലോ. അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ ഇവിടെ അനുഭവം കൈമുതലാക്കിയിരിക്കുന്ന ഇവിടുത്തെ സാധാരണ ജനങ്ങൾ വെറും മൂടന്മാരല്ല എന്ന് നമ്മുടെ ഭരണകർത്താക്കൾ മനസ്സിലാക്കണം. E20 പെട്രോൾ സംബന്ധിച്ചിട്ട് ഇന്ന് പുറത്തു വരുന്ന ഒരു കോടതി വിധിയെ കുറിച്ച് വന്നിട്ടുള്ള വാർത്ത നമ്മളത് ശ്രദ്ധിക്കണം. ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ ഡോക്ടർ പ്രേമരാജ് ദേവത എന്ന ഒരു വാഹന ഉടമ കൊടുത്തിട്ടുള്ള പരാതിയിൽ E20 പെട്രോൾ ഉപയോഗിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് വിറ്റാര സ്ട്രോങ് ഹൈബ്രിഡ് SUV എഞ്ചിനിൽ ഗുരുതരമായിട്ടുള്ള തകരാറുണ്ടായി എന്ന് കണ്ടെത്തിയിട്ട് കോടതി അദ്ദേഹത്തിന് അനുകൂലമായി വിധിച്ചിട്ടുള്ളത് ഒരു മാതൃകയാണ്. ഇവിടെ വാഹനം കേടുവരില്ല എന്ന് വാഹന നിർമ്മാതാക്കളെ കൊണ്ട് പറയിച്ചിട്ടും കോടതി അത് കണ്ടെത്തി. കോടതി മാരുതി സുസുക്കി കമ്പനിക്ക് അതിന്റെ ഡീലർക്കൊക്കെ 45 ദിവസത്തിനുള്ളിൽ പുതിയ E20ക്ക് അനുയോജ്യമായിട്ടുള്ള പുതിയ വാഹനം മാറ്റി നൽകണം. അതല്ലെങ്കിൽ വാഹനത്തിന്റെ വിലയായിട്ടുള്ള 18,29,000 രൂപ പ്ലസ് RTO 1,86,850 പ്ലസ് ഇൻഷുറൻസ് 34,644 മൊത്തം 20,50,494 രൂപ തിരികെ കൊടുക്കണം. തീർന്നില്ല. ഇദ്ദേഹം ഈ മാനസിക വിഷമമായിട്ട് കുറെ നടന്നല്ലോ. ഒരു കാർ വാങ്ങിയിട്ട് അതിന് പിന്നാലെ നടന്നുള്ള മാനസിക പ്രയാസം ഉണ്ടാവും. അതിന് 1 ലക്ഷവും പിന്നെ ലിറ്റിഗേഷൻ ചെലവിന് 10,000 രൂപയും ചേർത്തിട്ട് നഷ്ടപരിഹാരം നൽകണമെന്ന്, കാലാവധിക്കുള്ളിൽ ഈ തുക നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 7% പലിശ അടക്കം നൽകേണ്ടി വരുമെന്നും കോടതി വിധി പ്രഖ്യാപിച്ചത് ഈ കഴിഞ്ഞ ദിവസമാണ്. അതായത് E20 പെട്രോൾ പഴയ വാഹനങ്ങൾക്ക് ചേരില്ല. ഇവിടെ പഴയ വാഹനങ്ങൾ ഉണ്ട് എന്നിരിക്കെ E20 പെട്രോൾ മാത്രമേ ഇവിടെ വിതരണം നടത്തൂ എന്ന് പറയുന്നത് ധിക്കാരമാണ്, ജനദ്രോഹമാണ്, തട്ടിപ്പിന് കൊട നിൽക്കുന്നതാണ്. സത്യത്തിൽ ജനദ്രോഹമാണ് എന്നാണ് പറയുന്നത്. നിയമവിരുദ്ധമായിട്ടെന്നോ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. കാര്യം എല്ലാ ജനങ്ങളും ഒരുപോലെ കാണണ്ടേ. പഴയ വാഹനങ്ങളുടെ എഞ്ചിനുകൾക്ക് E20 അനുയോജ്യമല്ല എന്ന വസ്തുത സർക്കാർ അറിഞ്ഞിട്ടും അവരത് മറച്ചു പിടിക്കുകയാണ്. എഥനോൾ ഒരു ശക്തമായ ഒരു സോൾവെന്റ് ആണെന്ന് ആർക്കാ അറിയാത്തത്? റബ്ബർ അതുപോലെ പ്ലാസ്റ്റിക് ഭാഗങ്ങളെ പെട്ടെന്നത് നശിപ്പിക്കും. ഈ പെട്രോൾ സിസ്റ്റത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും, ചെലവ് കൂടും. മാത്രമല്ല ആ വാഹനത്തിന്റെ ആയുസ് കുറയുകയും ചെയ്യും. ഇതിനേക്കാൾ വലിയ ഒരു അപകടം എന്ന് പറയുന്നത് അവിടെയും ഇവിടെയൊക്കെ ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ തീ പിടിക്കും. ഈ അടുത്ത കാലത്ത് കണ്ടില്ലേ, കാറുകൾ തെരുവിൽ കത്തുന്നത് കൂടി വരികയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനം അങ്ങ് കത്തുകയാണ്, അതിലുള്ളവർ കത്തി മരിക്കുകയാണ്. വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രം രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ട്. അവർ രക്ഷപ്പെടുന്നു, എന്നാലും ഒരു കാറ് കത്തി നശിച്ചു പോകുന്നു. ഇതിന്റെ കാരണം അറിയണ്ടേ? നേരത്തെ ഈ E20 പെട്രോൾ വരുന്നതിന് മുമ്പ് ഈ ഒരു പ്രതിഭാസം ഇല്ലായിരുന്നല്ലോ. അപ്പോൾ അനുഭവമല്ലേ വലുത്? ഇത് ജനങ്ങളുടെ പണം നേരിട്ട് കൊള്ളയടിക്കുന്നതിന് സമമാണ്. വാഹന ഉടമകളുടെ ദുരിതം ഈ സർക്കാർ കണക്കിലെടുക്കുന്നേ ഇല്ല. അതായത് കേന്ദ്ര സർക്കാർ കണക്കിലെടുക്കുന്നേ ഇല്ല. മാത്രമല്ല കേരള സർക്കാർ
അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുമില്ല. മൈലേജ് കുറയുന്നത് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കില്ലേ? 1 ലിറ്റർ പെട്രോളിന് കൂടുതൽ പണം മുടക്കിയിട്ടും കുറഞ്ഞ ദൂരം മാത്രം സഞ്ചരിക്കാൻ കഴിയുമ്പോൾ സാധാരണക്കാരന്റെ ബഡ്ജറ്റ് തകരില്ലേ? ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാലും ജനങ്ങൾക്ക് അതിന്റെ ആനുകൂല്യം ലഭിക്കുന്നുണ്ടോ? മാത്രമല്ല ഈ മായം ചേർത്ത എത്തനോളിന് കൊടുക്കുന്നത് പെട്രോളിന്റെ വിലയാ. ഈ ബ്ലെൻഡിങ് വഴിയിട്ട് സർക്കാർ ലാഭം കൊയ്യാണ്. സത്യത്തിൽ ഈ നയം ഈ പാവപ്പെട്ടവരെയും അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസിനെയും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു അനീതിയാണ്. അവരാണ് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതലെന്ന് മനസ്സിലാക്കണം. പരിസ്ഥിതി സംരക്ഷണം, ഇതൊക്കെയാണ് പറയുന്നത്, പരിസ്ഥിതി സംരക്ഷണം. എന്നാൽ ഈ മറവിൽ ഈ പദ്ധതി അവതരിപ്പിക്കുന്നത് വെറും തട്ടിപ്പാണ്. ഈ എഥനോൾ എന്ന് പറയുന്നത് എഞ്ചിനിൽ പൂർണ്ണമായി ദഹിക്കുന്ന ഒരു പരിപാടി ഇല്ല. അതുകൊണ്ട് തന്നെ മലിനീകരണം കൂടാനാണ് സാധ്യത, കുറയാനല്ല. യഥാർത്ഥ പരിസ്ഥിതി സൗഹൃദ നയങ്ങൾക്ക് പകരം ലാഭകേന്ദ്രീകൃതമായിട്ടുള്ള ഈ ബലപ്രയോഗമുണ്ടല്ലോ, ഈ തട്ടിപ്പുണ്ടല്ലോ, അത് ജനദ്രോഹമാണ് എന്ന് ആരാണ് നമ്മുടെ സർക്കാരിന്റെ മുന്നിൽ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറയുന്നത്? ശുദ്ധമായ പെട്രോൾ നൽകാൻ കഴിയില്ല എന്ന് ഈ സർക്കാർ പറയുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയല്ലേ? ഈ വോട്ട് ചെയ്ത് വിജയിച്ച് അങ്ങോട്ട് കയറ്റിവിട്ട ആ ജനങ്ങളോടുള്ള ക്രൂരമായ ഒരു നിലപാടല്ലേ? ലക്ഷക്കണക്കിന് വാഹന ഉടമകൾക്കാണ് അവർക്ക് വേണ്ടാത്ത ആ ഇന്ധനം നിർബന്ധമാക്കിയിട്ട് അവരുടെ അവകാശവാദങ്ങൾ കവർന്ന് അവരുടെ വാഹനങ്ങൾ കേടുവരുത്തി ഭരണഘടനാപരമായി തന്നെ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു അവസ്ഥയെ കുറിച്ച് എത്തിക്കുന്നത്. അത് ന്യായീകരിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ നിരത്തി ഇരുത്തിയിട്ട് കാര്യമൊന്നുമില്ല. തട്ടിപ്പ് തന്നെയാണ്. ഈ തട്ടിപ്പ് അവസാനിപ്പിച്ചേ പറ്റൂ. ഓയിൽ കമ്പനികൾക്ക്, വാഹന നിർമ്മാതാക്കൾക്ക് ഒക്കെ കൊള്ളലാഭമാണ്. അവർക്കൊക്കെ കൊള്ളലാഭം ഉറപ്പാക്കുന്ന ഈ പദ്ധതി സാധാരണ ജനങ്ങളുടെ ചെലവിലാകരുത്. സാധാരണ ജനങ്ങളുടെ ചെലവിൽ നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങൾ സ്വീകരിക്കാൻ വെള്ളം തൊടാതെ വിടുങ്ങാൻ പറ്റൂല. സർക്കാർ പറയുന്ന എല്ലാ നികുതികളും കൊടുത്ത് അതിനു പുറമെ ഇൻഷുറൻസും റോഡ് ടാക്സും എല്ലാം കൊടുത്തതിന് ശേഷം ഒരു വണ്ടി എടുത്ത് ഓടിക്കാനായി നിൽക്കുന്ന ആ ഉടമസ്ഥരുടെ നഷ്ടമുണ്ടല്ലോ, അതൊന്ന് കണക്ക് കൂട്ടണ്ടേ? അവർ സർക്കാരിന് നികുതി അടയ്ക്കുന്നില്ലേ? ആ പണമല്ലേ ഈ പറയുന്ന എല്ലാവരും എടുത്ത് തിന്നുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ അതിനെ കണക്കിലെടുക്കണ്ടേ? അതിനെ കണക്കിലെടുക്കാതെ ഇത്തരത്തിലുള്ള നയം മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് ജനവിരുദ്ധ ഭരണത്തിന്റെ ലക്ഷണമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. ജനകീയ പ്രതിഷേധങ്ങൾ സത്യത്തിൽ എന്നോ ഉയർന്നു വരേണ്ടതാണ്. കേന്ദ്ര സർക്കാർ ഉടൻ തന്നെ ഈ ജനദ്രോഹ നയം പിൻവലിക്കുകയോ അല്ലെങ്കിൽ ശുദ്ധമായ പെട്രോൾ ലഭ്യമാക്കുകയോ ചെയ്യണം. രണ്ടും വരട്ടെ. ഇപ്പൊ E20 വേണമെന്നുള്ളവർക്ക് E20 അടിക്കട്ടെ, ഇനി അതല്ലെങ്കിൽ സാധാരണ പെട്രോൾ അടിക്കണമെന്നുള്ളവർക്ക് അതടിക്കട്ടെ. പഴയ വാഹനങ്ങൾ അത് അടിച്ചോളും, പുതിയ E20കാർ ഇതും അടിച്ചോളും, ഒരു പ്രശ്നമില്ല. ഇത് കൊടുക്കാതിരിക്കുന്നതാണ് പ്രശ്നം. ജനങ്ങളെ പറ്റിച്ച് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കൊള്ളത്തരങ്ങൾ കാണിക്കുന്നതാണ് പ്രശ്നം. ഒരു ജനകീയ സർക്കാരിന്റെ ഭരണത്തിലേറ്റുന്നത് ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ജനക്ഷേമകരമായ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു പകരം ജനങ്ങളെ കൊള്ളയടിക്കാനും അവരുടെ മുതൽ പിടിച്ചു പറിക്കാനും അവർ പറയുന്നത് കേൾക്കാതിരിക്കാനും തന്നിഷ്ടപ്രകാരം എന്ത് തോന്നിയാസം നടത്താനും വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് സർക്കാരെന്ന് വിളിക്കാൻ പറ്റൂല, കൊള്ളക്കാരെന്നേ വിളിക്കാൻ പറ്റുള്ളൂ. Different angles. Don't forget to subscribe and support this channel.